ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എന്റെ പേര് അജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. നമ്മുടെ കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ പോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. പക്ഷേ ഇതൊരു ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. ഞാൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് കാവ്യ മാധവന്റെ കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ്. അതായത് നമ്മൾ കാവ്യ മാധവന്റെ പഴയകാല സിനിമകളൊക്കെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത്. അതായത് നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ ടൈമിലൊക്കെ ഈ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നിങ്ങളടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പൊ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയും അതപ്പോൾ തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറയുന്ന കാവ്യമാധവന്റെ ഫസ്റ്റ് നായികയായിട്ടുള്ള സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വകർപ്പിടാൻ പോവാണ്. വകർപ്പെന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ഒരാൾ കമന്റ് ചെയ്തു വകർപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിയുടെ സ്മൈലിയുടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ വകരിശ അല്ലെങ്കിൽ വകർപ്പെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സെൻട്രൽ വകർപ്പാണ് ഇടുന്നത്. ഞാനങ്ങനെ ഇപ്പം സെൻട്രൽ വകർപ്പൊന്നും ഇടാറില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നടുവെ ഇങ്ങനെ വകർപ്പിട്ടു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് അപ്പം വകർപ്പിട്ട് കഴിയുമ്പോൾ മുടി ഒന്ന് ഇതാവും. അപ്പൊ അതും കൂടെ നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഇതുപോലെ മുടി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഇത്രയും നമുക്കിങ്ങനെ കിട്ടും. ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ലൈഡോ ടിക്ടാക്കോ നമ്മൾ ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇവിടെ ടിക്ടാക്കാണ് എടുക്കുന്നത്. ഇങ്ങനെ വെച്ച് നമ്മൾ സെക്യൂർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഈ ഒരു സൈഡും ഇതേപോലെ തന്നെ എടുത്ത് നമ്മൾ ടിക്ടാക്ക് ചെയ്യാൻ പോവാണ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും ഈ ഒരു ഹെയർ സ്റ്റൈല് രണ്ട് വശത്തും പിന്നിടുമ്പം ഉപയോഗിക്കുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ രണ്ട് വശത്തും പിന്നിടണമെന്ന് ഇങ്ങനെ കമ്പൽസറി ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇങ്ങനെ വരും, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി താഴേക്കും കൂടെ ആക്കിയിട്ട് വകർപ്പാക്കിയിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് മുടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ മുടി താഴേക്ക് പിന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലെ മുടി പിന്നി കൊടുക്കാം. അപ്പൊ നമുക്ക് എത്രത്തോളമാണ് പിന്നിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോൾ ഇത്രയും പോർഷൻ താഴേക്ക് ഇട്ടിട്ട് ഇവിടെ ഒരു ഹെയർ ബൺ ഇടുകയാണ്. ഹെയർ ബണ്ണ് രണ്ടും എൻ്റെ സെയിം കളറല്ല കേട്ടോ, ഡിഫറെന്റ് കളേഴ്സ് ആണ്, റെഡും ബ്ലാക്കും ആണ്. ഇനി നമുക്ക് ഈ സൈഡും ഇതുപോലെ തന്നെ പിന്നീട് അപ്പൊ എന്റെ സ്കൂൾ ടൈമിലെ ഒരു ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ ആയിരുന്നു ഇത്. എനിക്ക് ഇതിങ്ങനെ പിന്നി കഴിഞ്ഞപ്പോൾ എന്റെ സ്കൂൾ കാലഘട്ടം ഞാൻ ഓർത്തു പോവാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോഴത്തേനും. ഇങ്ങനെയൊക്കെ മുടിയൊക്കെ പിന്നിയിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതാണ് കാവ്യ മാധവന്റെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ഹെയർ സ്റ്റൈൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാവ്യ മാധവന്റെ ദോസ്ത് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ടുണ്ട്, മഞ്ഞു പോലെ മൺകുഞ്ഞു പോലെ എന്നുള്ള പാട്ട്. അപ്പൊ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. അതപ്പോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്റെ റൈറ്റ് സൈഡ്, നിങ്ങൾ നോക്കുമ്പോഴത്തേനും എന്റെ ലെഫ്റ്റ് സൈഡായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ എന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് അതിൽ കാവ്യമാധവൻ റൈറ്റ് സൈഡിൽ നിന്നാണ് വകർപ്പെടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കും അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കാം, പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, വകർപ്പിന് ഞാൻ പാർട്ടീഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു.
അതിനുശേഷം നമ്മൾ മുടി രണ്ട് സൈഡും നന്നായിട്ട് ചീവി നല്ലതാക്കി ഇടുക. പിന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടിക് ടാക്കോ അല്ലെങ്കിൽ സ്ലൈഡോ ബുഷോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതൊരു അങ്ങനത്തെ നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്നും കൂടെ അതുപോലെ തന്നെ മുടി എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കുളിപ്പിന്നൊരു പിന്നില്ലേ, അത് സാധാരണ പിന്നത്തില്ലേ, ഇങ്ങനെ എടുത്തിട്ട് അതുപോലെ നമുക്ക് പിന്നെ അറിയാലോ നമ്മൾ കോമൺ ആയിട്ട് 3 സ്ട്രാൻഡ്സ് എടുത്തിട്ട് നമ്മൾ പിന്നത്തില്ലേ, അതുപോലെ ആദ്യം നമ്മൾ ഇതുപോലെ പിന്നാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക. ഈ സൈഡിൽ നിന്നും കുറച്ച് മുടി എടുക്കുക. എടുത്തിട്ട് ഇവിടുന്ന് കുറച്ച് മുടി എടുക്കുക. കുറച്ച് പിന്നുക. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് കുറച്ച് മുടി എടുക്കുക. ഇവിടുന്ന് കുറച്ച് മുടി എടുക്കുക. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക. വീണ്ടും ഇവിടുന്ന് കുറച്ച് മുടി എടുക്കുക. അപ്പൊ നമ്മള് താഴെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഹെയർസ് എടുത്ത് നമ്മൾ പിന്നി എന്നുള്ളതാണ്. ഇതാണ് ആ ഹെയർ സ്റ്റൈൽ. സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. മുടി നമ്മൾ അഴിച്ചിട്ടാണ് കുറച്ച് ഒതുങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി, അടിപൊളിയാണ്. അപ്പൊ അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. ആ സിനിമ എന്ന് പറയുന്നത് സഹയാത്രികയ്ക്ക് സ്നേഹപൂർവ്വം എന്നുള്ള സിനിമയിലാണ് ഈ ഹെയർ സ്റ്റൈൽ ഉള്ളത്. വേറെ സിനിമയിലൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു സൈഡ് പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുടി നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുക. കോംബ് ചെയ്തതിന് ശേഷം അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുടി നമ്മൾ സാധാരണ രീതിയിൽ പിന്നാൻ പോവാണ്. പിന്നുമ്പത്തേനും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ലൂസായിട്ടാണ്, അതായത് ഈ ഭാഗത്ത് കുറച്ച് ലൂസ് വരുന്ന രീതിയിലാണ് നമ്മൾ പിന്നാൻ പോകുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിന്നാണ്. എന്നിട്ട് ഇവിടെ വെച്ചിട്ടൊരു ബുഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതാണ് ഹെയർ സ്റ്റൈല്. അപ്പം എങ്ങനെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കുറച്ച് ലൂസായിരിക്കുമല്ലോ, അപ്പം കിടക്കുമ്പോഴത്തേനും ഇങ്ങനെയായിരിക്കും കിടക്കുന്നത്. അപ്പം ഇതാണ് അടുത്ത ഒരു ഹെയർ സ്റ്റൈൽ. വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെയൊക്കെ വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇതുപോലൊക്കെ ഇങ്ങനെ പിന്നിടുമായിരുന്നു. അപ്പം ഇതാണ് ആ ഒരു ഹെയർ സ്റ്റൈൽ. അപ്പൊ അടുത്തൊരു ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് കാവ്യ മാധവന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും.
അപ്പോൾ അത് ഞാൻ ഒരുപാട് സിനിമയിൽ ഒന്നാമത്തേത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്നാണ് സിനിമയിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഗ്രീറ്റിങ്സ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ പിക്ചർ കിട്ടിയിട്ടുള്ളത് ഗ്രീറ്റിങ്സിലെയാണ്. അപ്പം ഞാൻ ഗ്രീറ്റിങ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിലെയാണ് ഞാൻ പിക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു പോണിറ്റെയിലാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഹൈറ്റിൽ വേണം നമ്മൾ പോണിറ്റെയിൽ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു ബുഷ് ഇട്ട് കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ട് വേണം ഇവിടെ വെക്കാനായിട്ട്. ഹൈറ്റ് ഇപ്പോൾ കുറഞ്ഞു പോയി, സാരമില്ല. നമുക്ക് കുറച്ചുകൂടെ ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം ഇങ്ങനെയാണെങ്കിലും സാരമില്ല, കാരണം പല സിനിമയിലും കുറച്ച് ഹൈറ്റിലായിട്ട് ചെയ്യുന്നുണ്ട്, ചില സിനിമയിൽ കുറച്ച് ലോ ആയിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിപ്പം ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടിയല്ലോ, കുറച്ച് ലൂസാണ്, ടൈറ്റ് ആക്കി കൊടുക്കട്ടെ. അപ്പം നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, ഇപ്പം നമ്മൾ ഈ മുടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടുക. ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഹെയറിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ടിപ്പ് നമ്മൾ മറ്റേ മുടിയായിട്ട് ഒരു ടിക് ടാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ മുടി കിട്ടും. എൻ്റെ മുടി കുറച്ച് ഭാഗം നീളക്കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പം എൻ്റെ മുടി കുറച്ച് ഇങ്ങനെ ഇതായിട്ട് കിടപ്പുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. അപ്പം ഇങ്ങനെ കിട്ടുമെന്നുണ്ടല്ലോ. അപ്പം നമ്മൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ചുറ്റി ഇവിടെ ഒരു മുടിയുടെ ഇടയിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇടയ്ക്ക് ഹെയർ ഇതുപോലെ കട്ട് ചെയ്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും വേണ്ടത് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.